ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ, നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഒരു പോസ്റ്റർ ഉണ്ടല്ലോ, മെഹർ മന്തിക്കടയാണ്. അതായത് നമ്മുടെ ആലപ്പുഴ ചേർത്തലയിലുള്ള ഒരു കടയാണ്. ഈ വിഷു പ്രമാണിച്ച് അവര് വിഷുവിന് ആശംസ അർപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റർ ഇട്ടത്. ഈ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്തത് എവനാണേലും കൊള്ളാം, തന്തയ്ക്ക് പറക്കാഴിയാണ് കാണിച്ചതെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. കാരണം ഒരു മതവിശ്വാസം വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു തെമ്മാടിത്തരമാണ് ഈ ഒരു പോസ്റ്ററിനകത്തൂടെ കാണിച്ചിരിക്കുന്നത്. തലയ്ക്കകത്ത് മൂളയും ബോധവുമുള്ള ഒരുത്തനും ഈ ഒരു തെമ്മാടിത്തരം കാണിക്കത്തില്ല. കാരണം ഒരു ബിസിനസ് ചെയ്യുന്ന സ്ഥാപനമാണ്, ആ സ്ഥാപനത്തിൽ എല്ലാ മതവിഭാഗക്കാരും വരും എന്നറിയാവുന്ന ഒരുത്തനും ഇമ്മാതിരി ഒരു തോന്നിയാസം കാണിക്കില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ ഒരു വിഷു പ്രമാണിച്ച് ആ വിഷുവിന് ഒരു ആശംസ അർപ്പിക്കുന്ന കൂട്ടത്തിൽ മന്തിക്കട ആയതുകൊണ്ട് ആ മന്തിയുടെ ഫോട്ടോയും വെച്ച് കണ്ണൻ്റെ പടവും കൊണ്ട് അതിനകത്ത് വെച്ച്. ഇത് ഏറ്റവും കൂടുതൽ വ്രണപ്പെട്ടത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ സംഘപരിവാർ റോളികൾക്കാണ് ഇത് ഏറ്റവും കൂടുതൽ വ്രണപ്പെട്ടത്. എന്നാൽ ഇതേ സംഭവം തന്നെ പല സന്യാസിമാരും പൂജയ്ക്ക് ഇതണക്ക് മാംസവും അതുപോലെ മദ്യവും വെച്ചിട്ട് പൂജ ചെയ്യുന്നത് നമ്മൾ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. അതും അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്ന് നമുക്ക് പറയാം. എന്നാൽ ഈ കൂട്ടത്തിൽ കുറച്ച് പന്നിയിറച്ചിയും മദ്യവും വെച്ച് റസൂലിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ? എനിക്കിഷ്ടപ്പെടുവോ? നമുക്ക് ആർക്കും ഇഷ്ടപ്പെടത്തില്ല. മതത്തെ വ്രണപ്പെടുത്തുന്ന പോസ്റ്റ് തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തില്ല. എന്താണെങ്കിലും ഇത് ക്രിയേറ്റ് ചെയ്ത ഈ മരമണ്ടന്മാരായിട്ടുള്ള ഈ പോങ്ങന്മാരിപ്പം സംഘപരിവാറിൻ്റെ അണ്ണാക്കിലേക്ക് കൊണ്ട് കുത്തി ഇറക്കി കൊടുത്തണക്കാണ് എനിക്ക് തോന്നുന്നത്. ഇന്നത്തെ കേരളത്തിൻ്റെ ഒരു അവസ്ഥ വെച്ച് ഇതുപോലത്തെ തെമ്മാടിത്തരം കാണിച്ചവനാ ഇവിടെ ആർക്കെങ്കിലും ന്യായീകരിക്കാൻ പറ്റുമോ? നമ്മൾ ആരും ന്യായീകരിക്കത്തില്ല. ഇതിനെതിരെ ശക്തമായ രീതിയിൽ വിമർശിച്ചുകൊണ്ട് ഞാൻ അൻസാരി സുഹൈരി ഉസ്താദിൻ്റെ ഒരു വീഡിയോയുമായിട്ട് വന്നപ്പോൾ നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഒരു പോസ്റ്റർ ഉണ്ടല്ലോ, റോബിൻ രാജ് എന്നാണ് ഈ നഹാറിയുടെ പേര്. ഇവൻ പ്രൊഫൈലും പൂട്ടി വെച്ചിട്ട് ഇവൻ എൻ്റെ കമന്റ് ബോക്സിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു പോസ്റ്റാണിത്. നബിദിന ആശംസകൾ എന്നിട്ട് പന്നിയുടെ ഒരു പടവും മറ്റു സാധനമൊക്കെ വെച്ചിട്ടാണ് ഇവൻ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇവനും തമ്മിൽ എന്തായി? അപ്പോൾ ഇവൻ എനിക്ക് എന്തിനാണ് ഈ ഒരു പോസ്റ്റർ ഇട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെ ഞാൻ ശക്തമായ ഭാഷയിൽ വിമർശിച്ച്, ഞാൻ ഒരിക്കലും ആ കാണിച്ച പോക്കൃത്തരത്തെ ന്യായീകരിച്ചുകൊണ്ടല്ല ഞാനും അൻസാരി ഉസ്താദ് വീഡിയോ ഇട്ടത്. നിനക്ക് എന്തിൻ്റെ ആവശ്യം എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തത്. അതുകൊണ്ടാണ് ഇന്ന് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് വരാനായിട്ടുള്ള മെയിൻ കാരണം എന്നുള്ളത്. ചണ്ടാള ബാബാജി ഒരു സന്യാസിയാണ്. ഇദ്ദേഹം വലിയ പോപ്പുലർ ആയിട്ടുള്ള ഒരു സന്യാസിയാണ്. ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം, അതായത് നമ്മുടെ അൻസാരി ഉസ്താദിൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം ഇദ്ദേഹം അൻസാരി സുഹരിയെ വിളിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതെന്താണ് എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള എൻ്റെ ഈ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻ്റ് ഇട്ട കമൻറ്റ് ഓളിയായിട്ടുള്ള ഈ ചെറ്റയോടും ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നീ തന്തയ്ക്ക് പറഞ്ഞവനാണെന്നുണ്ടെങ്കിൽ നീ കമൻറ്റ് ബോക്സ് പൂട്ടി വെച്ചിട്ടല്ല കൊണയടിക്കേണ്ടത്, നീ അല്ലാതെ നേരിട്ട് വരണം. കാരണം ഈ കാണിച്ച തെമ്മാടിത്തരത്തിലൊന്നും ഇവിടെ ഞങ്ങൾ ഒരുത്തനും ന്യായീകരിക്കത്തില്ല. പക്ഷെ നീ കാണിച്ചതും അതേ തെമ്മാടിത്തരം തന്നെയാണ്. നിനക്കെതിരെ ഇപ്പം ഇതിൻ്റെ പേരിൽ വടിയും കൂടെ എടുത്തൊന്നും നമ്മൾ വരത്തില്ല. കാരണം നിന്റെയൊക്കെ തലയ്ക്കകത്ത് ചാണകം മാത്രമാണ്. വിഷയവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയ മൊത്തം സംഘപരിവാർ സൈബർ ഇടങ്ങളിലാണ് ഇപ്പം ഈ പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല ഹൈന്ദവരായിട്ടുള്ള സഹോദരങ്ങൾക്ക് അത് വേദനിച്ചിട്ടുണ്ടെന്നുള്ളത് എനിക്ക് 100% അറിയാം. അവരോട് ആ ഒരു സമുദായത്തിൽ പെട്ട ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുക. കാരണം വിവരമില്ലാത്ത വിവരം കെട്ട ഇതുപോലെ ചില വിവരദോഷികൾ ചെയ്യുന്നതിനാണ് ഇവനെപ്പോലുള്ള വിവരം കെട്ടവർ ഇത്തരത്തിലുള്ള പോസ്റ്റുകളായിട്ട് വരാൻ കാരണം എന്നും എനിക്ക് നന്നായിട്ട് ബോധ്യമുണ്ട്. എന്തായാലും നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. നമസ്കാരം. നമസ്കാരം ബാബാജി, പറഞ്ഞു. പിന്നെ അങ്ങ് ആ വീഡിയോയിൽ അതിന് മുമ്പ് അങ്ങനെ തവണ വിളിച്ചിട്ട് വിഷയം പറയാനാണ്. അപ്പൊ അങ്ങേപ്പോലെ ആൾ അങ്ങനത്തെ ഒരു വീഡിയോയിൽ അത് പറയാൻ പാടില്ല പറയുമ്പോ ഇവിടെ ഒരു വെജിറ്റേറിയൻ ഹിന്ദുയിസം മാത്രമേ ഉള്ളൂ പറഞ്ഞിട്ടില്ല. എനിക്കറിയാം, അറിയാത്തതുകൊണ്ടല്ല ഞാൻ മറ്റുള്ളവരെ ഒരു സമൂഹത്തിന് ആദരപൂർവ്വം കാണുന്ന ഒന്നിനെ ട്രിഗർ ചെയ്യേണ്ട എന്നുള്ളത് നമ്മളിപ്പോ നമ്മുടെ നിലവിലുള്ള വിഷയം എന്താ അങ്ങനെ ശ്രദ്ധപ്പെടുത്തുകയാണ്. ഇപ്പൊ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഹിന്ദുയിസത്തിൽ ഏറ്റവും കൂടുതൽ രാമായണങ്ങളാണ്. ഇത് ഹിന്ദുക്കൾക്കും അറിയില്ല, മറ്റു മതക്കാർക്കും അറിയില്ല. അങ്ങനെപ്പോലെ മുമ്പ് ഞാൻ വിളിക്കാൻ കാരണം രാമായണം എടുത്തുയർത്തിയിട്ട് അങ്ങ് ഓൾറെഡി ഹിന്ദുക്കൾ ഇത് പഠിച്ചിട്ടുണ്ടോ ചോദിക്കുന്ന ഒരു വിഷയം വന്നപ്പോഴാണ് നമ്മൾ അങ്ങേ വിളിച്ചത്. രാമായണം എല്ലാ ഹിന്ദുക്കളുടെയും അല്ല. ഹിന്ദു എന്നുള്ള ഡിനോമിനേറ്റ്സ് ആണ്, റിലീജിയസ് ഡിനോമിനേറ്റ്സ് ആണ്. അപ്പൊ അതിൽ വാമാചാര പാരമ്പര്യത്തിൽ മദ്യം, മത്സ്യം, മാംസം, മുദ്ര, മൈഥുനം 5 കാര്യങ്ങളെ കൊണ്ട് ഉപാസന നടത്തുന്ന ഒത്തിരി ആളുകളുണ്ട്. ഇത് ഒരുപാട് ഹിന്ദുക്കൾ ഇപ്പൊ നമ്മൾ മാംസം ഇപ്പൊ കണി കാണുന്ന നേരത്തെ മാംസം വിശേഷപ്പെട്ട ഒരു കാഴ്ചദ്രവ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊരു മുസ്ലിം വെച്ചതുകൊണ്ട് അത് തെറ്റാണ്, അത് കൃഷ്ണന് വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. കാരണം കൃഷ്ണന് വാമദ്രവ്യമായിട്ട് മാംസം തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇതൊരു വെജിറ്റേറിയൻ ഹിഡൻ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ഭീഷണി മുഴക്കുമ്പോൾ നമ്മൾ അതിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക വെച്ചാൽ അവര് പോണത് ശരിയെന്ന് വരികയാണ്. ബാബാജി, അങ്ങ് പങ്കുവെക്കുന്നത് ഒരു വിശാലമായ ആശയമാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കേരളത്തിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് എനിക്കിത് പറയലേ നിർവാഹമുള്ളൂ. കാരണം മറ്റുള്ളവർ ട്രിഗർ ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ അതിനകത്ത് മാറി നിൽക്കുക എന്നുള്ളതാണ്. അങ്ങ് പറഞ്ഞ ആശയം എനിക്ക് കൂടി മനസ്സിലാകുന്നതാണ്. കാരണം ഇതിന്റെ കമന്റ് ബോക്സിൽ തന്നെ വന്നിരുന്നു, ഉസ്താദെ ദൈവങ്ങളെ പൂജിക്കാൻ വേണ്ടി അതിന്റെ താഴെ മദ്യം, ദൈവത്തിന് ഉപാസിക്കാൻ വേണ്ടി മദ്യം വെക്കുന്നവരുണ്ട്,
കോഴി, അറുത്ത കോഴി, അതിന്റെ രക്തം വെക്കുന്നവരുണ്ട്. അപ്പൊ ഇവിടെ ഒരു ബിരിയാണി എന്ന് പറയുന്ന ഭക്ഷണം വെക്കുന്നുണ്ട്, എന്ത് പ്രശ്നമെന്ന് ചോദിച്ചുകൊണ്ട് എന്റെ കമന്റ് ബോക്സിൽ ഒരാൾ ഇട്ടിരുന്നു. അപ്പോൾ ഞാനത് മറുപടി കൊടുക്കാത്ത എന്താണെന്ന് അറിയാവാം. എന്നാൽ ഇവിടെ ഇതിന് ഇങ്ങനെയൊന്നും വേണ്ട, ഇതൊന്നും പാടില്ല. വളരെ മഹത്തായ ഒരു വളരെ ആദരപൂർവ്വം ഇതൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ഒരു വിശ്വാസമാണ് ശ്രീകൃഷ്ണന്റെ പേരിൽ മറ്റുള്ളവർക്കുള്ളതെങ്കിൽ അതിനെ ഒന്നും ട്രിഗർ ചെയ്യാൻ പാടില്ല എന്നുള്ള ആശയക്കാരാണ് ഞാൻ. അതിനപ്പുറത്തേക്ക് ഞാൻ വേറെ ഒന്നും കാണുന്നില്ല ബാബാജി. അല്ല, അപ്പോഴാണ് സാറേ പ്രശ്നം. എന്താ വെച്ചാൽ അങ്ങനെയുള്ള ആൾക്കാർ പറയുമ്പോൾ നമ്മളിപ്പോൾ ആളുകൾക്ക് ഇതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞു വെക്കിയല്ലേ. അല്ല, അങ്ങ് പറയുന്നത് ഇന്ത്യ മഹാരാജ്യത്ത് ന്യൂനപക്ഷങ്ങളെ പോലെ ആക്രമിക്കപ്പെടുന്ന വിശ്വാസങ്ങൾക്ക് വേണ്ടി ഫൈറ്റ്. ഇപ്പൊ ഞാൻ എന്റെ ഭാഗമായിട്ട് ഞാൻ ആ പോസ്റ്റർ അവരെ വിളിക്കാൻ നോക്കി എനിക്ക് കിട്ടിയില്ല ഹോട്ടലോട്. നമ്മൾ എന്നെപ്പോൾ ആളുകൾ അവരത്തെ വിഷമിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പിന്തുണ പറയണം. പിന്തുണ പറഞ്ഞാൽ വേറെ വെറുതെ പ്രോത്സാഹിപ്പിക്കാനല്ലോ. ആശയപരമായിട്ട് തെറ്റല്ല. കാരണം ഇപ്പൊ പ്രശ്നം തെറ്റല്ല. ഹിന്ദുക്കളെ ആക്ഷേപിച്ചു, ഹിന്ദു ദൈവങ്ങളെ ആക്ഷേപിച്ചു തെറ്റാണ്. അതിന്റെ സംഘപരിവാർ ഹിന്ദുത്വത്തെയാണ് അവർക്ക് പ്രശ്നമുള്ളൂ. ഇപ്പോൾ നമ്മൾ ഈ വിഷയമായി പോസ്റ്റ് ഇട്ടപ്പോൾ ഇതിൽ തന്നെ ഹിന്ദുത്വർ വന്നിട്ട് നമ്മളെ നന്നായി ആക്ഷേപിക്കുന്നുണ്ട്. അപ്പൊ അവർ ആക്ഷേപിച്ചുകൊണ്ടിരിക്കും. കാരണം അവരെ സംബന്ധിച്ച് അവരുണ്ടാക്കാൻ ശ്രമിക്കുന്ന അവരുടെ ഒരു എന്താ വെച്ചാൽ വെപ്പൺ മാത്രമാണ് മുസ്ലിമിനെ ഉയർത്തി കാണിക്കുക എന്നുള്ളത്. അപ്പൊ അതിൽ ഇപ്പൊ പന്നിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഓൾറെഡി ആക്കിയ ഹോട്ടലിൽ കിട്ടുകയാണെങ്കിൽ ഞാൻ വണ്ടി പൈസ ചിലവാക്കിയ ഹോട്ടലിൽ പോയിട്ട് മന്തിയും കഴിക്കും. അവർ സമ്മതിച്ച് ഞാൻ അവരെ ഹോട്ടലിൽ ഉണ്ടാക്കി പുറത്തുനിന്ന് ഞാൻ പോർക്ക് കൊണ്ടിട്ട് അവിടെ നിന്ന് അതും കഴിക്കും. എന്നെ സംബന്ധിച്ച് എന്തുകൊണ്ട് വെച്ചാൽ ഈ പറയുന്ന രാഷ്ട്രത്തിൽ ഭരണഘടനാപരമായിട്ട് ഭക്ഷണത്തിൽ വരുന്നത് കൃഷ്ണൻ കഴിച്ചോ കഴിച്ചില്ലേ എന്നുള്ളതാണെങ്കിൽ ഇവരുടെ ഗ്രന്ഥങ്ങളിൽ പരിശോധിക്കാത്തതുകൊണ്ട് മഹാഭാരതത്തിൽ വ്യാധഗീത ഒരു ഭാഗമുണ്ട്. വ്യാധഗീതയിൽ വ്യാധൻ ഇറച്ചി വെട്ടുകാരനാണ്, ഇറച്ചി വെട്ടുന്നത് അദ്ദേഹത്തിന് വേദാന്തം പഠിക്കാൻ അദ്ദേഹം തിരിക്കാൻ പോകുന്നേ. ഇത് ഇവരുടെ ഗ്രന്ഥത്തിലുള്ളതാണ്. ഇപ്പൊ ശാക്തേയ ദ്രവ്യങ്ങൾ വേറെ, ഇപ്പൊ വേറെ തന്നെ കൃഷ്ണനെ സംബന്ധിച്ച് കൃഷ്ണ ദ്രവ്യങ്ങൾ പറയുന്നതിൽ വാമാചാര ദ്രവ്യങ്ങൾ. ഇപ്പൊ ഞങ്ങളുടെ ആശ്രമത്തിൽ പ്രതിഷേധാത്മകമായിട്ട് ഞാൻ ഒരു രാത്രി പൂജ നടത്തുകയാണ്, കൃഷ്ണനെ പൂജ നടത്തണം. അത് മാംസം വെച്ചിട്ട് പൂജിക്കണം. അതിന്റെ പോസ്റ്റ് എന്റെ FB ഇട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മൂവ്മെന്റിന് നമ്മൾ അറിഞ്ഞോ അറിയാതെ അങ്ങേപ്പോഴുള്ള ആളുകളുടെ ഭാഗത്തു നിന്ന് ഒരു സംസാരം ഉണ്ടാവും. നമ്മൾ ഹിന്ദുക്കളെ വിഷയമാണെങ്കിൽ ഇവർക്ക് വിഷമം, ഹിന്ദുക്കളിൽ ആർക്കാണ് വിഷമം? ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാണ്. ഞാൻ ആ ഒരു മറുപടി എല്ലാത്തിനും മറുപടി പറഞ്ഞാൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ലക്ഷോപലക്ഷം വരുന്ന ഹൈന്ദവ സഹോദരങ്ങൾക്ക് വിഷമം ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാൻ നല്ല ബോധ്യമുണ്ട്. ബാബാജിയുടെ തന്നെ പല വീഡിയോകളും ബാബാജി അവിടെ പൂജക്കായി ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്താണെന്ന് വീഡിയോ കാണിച്ചുകൊണ്ട് എനിക്കത് പറയാൻ കഴിയും. പക്ഷെ ഞാൻ പറയാതിരിക്കുന്നത് അങ്ങനെ പോലും എന്റെ സഹോദര സമുദായത്തിൽപ്പെട്ടവർക്ക് വേദന ഉണ്ടാകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇതിന് മറുപടി പറയേണ്ടത്. സത്യത്തിൽ ബാബാജിയാണ് മറുപടി പറയേണ്ടത്, ഞാനല്ല ബാബാജി. ചെറിയൊരു കാര്യം സൂചിപ്പിക്കാമായിരുന്നു. ഈ ഹിന്ദു എന്ന് പറഞ്ഞ് അങ്ങനത്തെ ഒരുപാട് വിശാലമായി സംസാരിക്കുമ്പോൾ ഞാൻ പലപ്പോഴും അതുകൊണ്ട് രാമായണം പോലും എടുത്തു വെച്ച് അങ്ങേക്ക് വേണമെങ്കിൽ ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീക്ഷണം മാത്രമല്ല മറ്റുള്ളതുണ്ട് എന്നുള്ളത് ആ സഹോദരങ്ങൾ കൂടി ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലതാണ്. അങ്ങനെ ഭാഗത്തുണ്ട്. അങ്ങനെയല്ല, അങ്ങനത്തെ ചെയ്ത ആളുകൾ ചെയ്ത് എന്താട്ടാല് അവരെ വരച്ചതോ പിക്ചറോ ഒക്കെ ഒരു തെറ്റ്, അത് തെറ്റല്ല. ഞാൻ ഇതിന് മുമ്പ് 4-5 വർഷങ്ങൾക്ക് മുമ്പ് എന്നെ ഹിന്ദുത്വരൊക്കെ അംഗീകരിക്കുന്നതിന് മുമ്പേ ഞാൻ ഫ്രഷ് കോഴി പാകം ചെയ്ത് കണിദ്രവ്യമായിട്ട് വെച്ച ആളാണ്. ഇതൊക്കെ പ്രതിഷേധമാണ്. ഇത് പട്ടികജാതിക്കാരുടെ ആചാരമല്ലേ? ഇപ്പൊ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ഇപ്പൊ ചെയ്യണില്ല. പക്ഷെ മാടായിക്കാവ് അതുപോലെ വിഷാരിക്കാവ് ഇവിടെ ഉച്ചയ്ക്ക് കോഴി ഇറച്ചി നിവേദിക്കുന്ന ക്ഷേത്രമാണ്. അത് ചണ്ടാള ബാബാജി ചെയ്യുന്ന ആ ആശയധാരയെ പിൻപറ്റിക്കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞാൽ ഇവിടെ വരാൻ പോകുന്ന ഒരു ചർച്ച എന്താണെന്നറിയോ? അതൊന്നും ഹിന്ദു മതത്തിന്റെ അല്ല, ആരൊക്കെയോ എന്തൊക്കെയോ കാണിക്കുന്ന പറഞ്ഞൊക്കെ ഹിന്ദു മതം ആവുമെന്ന് ചോദിച്ചാൽ എനിക്കോട്ടെ. ഇതിനൊക്കെ അതാ ഞാൻ അന്ന് രാമായണത്തിന്റെ വിഷയം ഞാൻ വിളിക്കാൻ കാരണം ഇതിനൊക്കെ പ്രാമാണിക ഗ്രന്ഥമാണ്. ഞാൻ സക്കീർ നായിക്കിനെ പോലെ ഞാൻ ഫോളോ ചെയ്തിരുന്ന ആളാണ്. പിന്നെ എന്തുകൊണ്ട് ഉപേക്ഷിച്ച് വെച്ചാൽ ഇവരൊക്കെ ഹിന്ദു കണ്ട് എടുത്തു പിടിക്കുന്നത് 4 വേദങ്ങളും ഉപനിഷത്തുകളും അതല്ല. ഹിന്ദുയിസത്തിന് വ്യത്യസ്ത ഗ്രന്ഥങ്ങളും അടിസ്ഥാനങ്ങളും. ഇപ്പൊ ഈ സൗരൻ മഹർഷി കുളാർണവം എന്നുള്ള ഗ്രന്ഥം ഫോളോ ചെയ്യുന്നത് വേദങ്ങൾ അവർക്ക് അധികാരമല്ല, വേദത്തെ അംഗീകരിക്കുന്നില്ല. അവർണം എന്ന് പറഞ്ഞാൽ താഴ്ന്നവരാണെന്ന് ധരിക്കുന്നത്, അങ്ങനെ വർണ്ണഭാഷയിലാണ്. അപ്പോൾ ഈ പറയപ്പെടുന്ന ഭൂരിപക്ഷ ഹൈന്ദവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വേദങ്ങളുമായി ബന്ധമില്ല. വേദാചാരത്തിലും ഈ സാധനങ്ങളുണ്ട്, പക്ഷെ എനിക്ക് പോകുന്നില്ല. പക്ഷെ ഇവിടെ എന്താ വെച്ചാൽ ഹിന്ദു എന്തായാലും ആ പോസ്റ്റ് കാണിക്കുന്നില്ല. കാരണം ഈ ബാബാജി എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, കണ്ണൻ ഈ മാംസം തിന്നുന്നതായിട്ടുള്ള ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആരൊക്കെ ഈ ബാബാജിയുടെ ആശ്രമത്തിലേക്ക് മാർച്ച് നടത്തും, ബാബാജിയുടെ ആശ്രമം പൂട്ടാൻ വേണ്ടി ആരാണ് മുന്നോട്ട് വരാൻ പോകുന്നത്? എന്ത് തന്നെയാണെങ്കിലും ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു, ആ കാണിച്ചത് തെമ്മാടിത്തരവാണ്, തെണ്ടിത്തരവാണ്. പക്ഷേ എനിക്ക് വേദമോ അല്ലെങ്കിൽ ഉപനിഷത്തുകളോ ഇതിനെക്കുറിച്ചിട്ടൊന്നും നമുക്ക് വലിയ ഗ്രാഹ്യമില്ല. ഞാനും അൻസാരി ഉസ്താദിനെ പോലുള്ള ആൾക്കാരൊക്കെ, അൻസാരി ഉസ്താദ് എന്നെക്കാട്ടിയൊക്കെ വലിയ എന്താ പറയുക പാണ്ഡിത്യമുള്ള മനുഷ്യനാണ്. അദ്ദേഹം ഒരുപാട് വേദഗ്രന്ഥങ്ങൾ വായിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ആധികാരികമായി സംസാരിക്കാനും കഴിയും. പക്ഷേ ഉസ്താദും ഞാനും മുസ്ലിം നാമധാരി ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് സംസാരിക്കാൻ സാധിക്കത്തില്ല. കാരണം ഒരു ഹൈന്ദവനായിട്ടുള്ള ബാബാജി ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പച്ച തെറി വിളിക്കുന്ന നല്ല കടുത്ത തീവ്ര നിലപാട് സ്വീകരിക്കുന്ന വിശ്വാസികളുടെ ആ ഒരു നൊമ്പരം നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തു തന്നെയാണെങ്കിലും ഈ മെഹർ മെന്തിക്കടയിലെ ഇതിൻ്റെ ഓണർ വന്നിട്ട് ഇപ്പം മാപ്പ് പറയുന്നുണ്ട്. മാപ്പും കോപ്പൊന്നും പറഞ്ഞാൽ തീരുന്ന പ്രശ്നങ്ങളല്ല. ഈ കേരളത്തിൻ്റെ ഒരു അവസ്ഥ നന്നായിട്ട് ബോധമുള്ളവനായിരുന്നുണ്ടെങ്കിൽ അവൻ ഇത്തരത്തിലൊരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യില്ലായിരുന്നു, ഇത്തരത്തിലൊരു തെമ്മാടിത്തരം അവൻ എന്തായാലും കാണിക്കത്തില്ലായിരുന്നു. കാരണം ഇതിപ്പോൾ സംഘപരിവാറിൻ്റെ കൈ കൊണ്ട് കൊടുത്തു എന്ന് വേണം പറയാൻ. അവൻ്റെ കടയിലേക്ക് മാർച്ച് നടത്തുന്നു. ഇപ്പം നിങ്ങൾ ഈ കാണുന്നില്ലേ, ഇതിപ്പം അവൻ്റെ കടയിലേക്ക് മാർച്ച് നടത്തുന്നത് ആരാണ്? സംഘപരിവാറാണ് നടത്തുന്നത്. അപ്പം ഇതിനെയൊക്കെ
വേറെ തരത്തിൽ വ്യാഖ്യാനിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വ്യാഖ്യാനിക്കാം. ഞാനിട്ട പോസ്റ്റിൻ്റെ താഴെ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഈ കമൻറ്റോളികൾ നാറികൾ ഇട്ടിട്ടുള്ള പോസ്റ്റ് എൻ്റെ ഉമ്മായും വാപ്പായും തെറി പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റ്. അപ്പോൾ ഇവൻ്റെയൊക്കെ സ്റ്റാൻഡേർഡ്, ഇവൻ്റെയൊക്കെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. എന്താണെങ്കിലും 1 വർഷത്തെ വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണെന്നാണ് ഇപ്പോൾ കേൾക്കുന്ന വാർത്തയൊക്കെ. ഞെട്ടലോടുകൂടിയാണ് നമ്മളിതൊക്കെ കേട്ടുപോകുന്നത്. ഇതിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എൻ്റെ പ്രിയപ്പെട്ട നല്ല ഹൈന്ദവ സഹോദരങ്ങളെ, വിശ്വാസികളെ, നിങ്ങൾ ക്ഷമിക്കുക എന്ന് മാത്രമേ എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാൻ സാധിക്കൂ. കാരണം മുതലെടുക്കാൻ വേണ്ടി ഫസൽ കാരാട്ട് എന്ന് പറയുന്ന നാറിയും അതുപോലെ തന്നെ മലനാടനും കർമ്മ കക്കൂസും ഒക്കെ തൂറി മെഴുകി പണ്ടാരം അടക്കിക്കൊണ്ടിരിക്കുകയാണ്. അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം. അതിലേക്ക് എല്ലാവർക്കും ബൈ.